അൻവറിന് UDF വാതിൽ തുറക്കുമോ? തുറക്കാതിരുന്നു കഴിഞ്ഞാൽ UDF ചെയ്യുന്നത് ഒരു വലിയ ഒരു കുറ്റകൃത്യമായി മാറും. കാരണം പാവം അൻവർ ആ UDF എത്താൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇടതുപക്ഷത്ത് നിന്നിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. അത്രയേറെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും ഗുണം ചെയ്യേണ്ടത് UDF-നാണല്ലോ. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് UDF-ന്റെ കൺവീനറായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എല്ലാം പുറത്ത് മാപ്പ് കൊടുത്തു. മാപ്പ് പറയേണ്ട താമസം മാപ്പ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ വേഗം UDF-ലേക്ക് ക്ഷണിക്കുന്നതിലും ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം PV അൻവർ UDF-ന് ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം അത്രയും പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന കെ സുധാകരൻ്റെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് UDF-ൽ നിന്നുകൊണ്ട് പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും ഒക്കെ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാമല്ലോ. ഇത്രയും കാലം 14 വർഷക്കാലം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ UDF-ന് ഉപയോഗപ്പെടുത്താനും സാധിക്കുമല്ലോ. അപ്പോൾ അൻവറിന് വാതിൽ തുറന്നു കൊടുക്കേണ്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തെ ഒക്കെ വലുതായിട്ട് എതിർക്കുന്നുണ്ട് PV അൻവർ. നേരത്തെ ഇതേ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയിരുന്നയാളാണ് PV അൻവർ. മാത്രമല്ല സൈബർ ഇടങ്ങളിലൊക്കെ കടന്നൽ രാജയായി നിന്നിരുന്ന PV അൻവറാണ് ഇടതുപക്ഷത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലായിടങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായാലും അതുപോലെ തന്നെ നേരിട്ട് രാഷ്ട്രീയ പോരാട്ടത്തിനായാലും ഒക്കെ ഒരു വീറും വാശിയുമുള്ള ഒരു ഗോ ഗെറ്ററായിട്ടാണ് എനിക്ക് PV അൻവറിനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അൻവറിൻ്റെ ആ ക്വാളിറ്റീസ് ഉപയോഗിക്കാൻ കൃത്യമായ ഒരു വഴിയിൽ, കൃത്യമായ ഒരു ദിശയിൽ അൻവറിനെ കൊണ്ടുപോയാൽ മതി. അതിന് UDF-ന് സാധിക്കുമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കോൺഗ്രസും ലീഗും ഒക്കെ ചേർന്നുകൊണ്ട് ആ രീതിയിൽ കൃത്യമായ ദിശാബോധത്തോടു കൂടി അൻവറിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് UDF-ന് നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം PV അൻവർ ശ്രമിക്കുന്നതും തൃണമൂൽ കോൺഗ്രസിലൂടെ UDF-ൽ എത്താനാണ്. അല്ലാതെ തൃണമൂൽ കോൺഗ്രസിലൂടെ എന്തായാലും NDA-യിലേക്ക് പോകാൻ പറ്റില്ല. ഇടതുപക്ഷത്ത് നിന്ന് ഇറങ്ങി, അപ്പോൾ ഒരിടത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരിടത്ത് ചെന്ന് കയറുക എന്നതാണല്ലോ അതിനകത്ത് യുക്തിപരമായി നമുക്ക് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരം. അതുകൊണ്ട് UDF വാതിൽ തുറന്നു കൊടുക്കും. ആദ്യമൊക്കെ കുറച്ചൊന്ന് മസിൽ പിടിക്കും. കാരണം അവിടെ നിന്ന് ഇട്ടിട്ട് പോയതാണല്ലോ. KSU മുതൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന KSUS-ൽ പ്രവർത്തിച്ചു, യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിനൊപ്പം സംഘടനാപരമായി താഴെത്തട്ട് മുതൽ ചുമതലകളൊക്കെ വഹിച്ചിട്ടുള്ള ഒരു അൻവറാണ് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് പോകുന്നത്, സ്വതന്ത്ര MLA ആയി നിൽക്കുന്നത്. അതിനു മുൻപ് ഏറനാട്ടിലടക്കം വലിയ രീതിയിൽ ചലനമുണ്ടാക്കുന്ന രീതിയിൽ ആദ്യത്തെ പെർഫോമൻസ് തന്നെ ഒരു ആദ്യമായി ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ കാണിക്കുന്നത് പോലെ തന്നെ ഒരു പവർ കാണിച്ച ഒരു നേതാവ് കൂടിയാണ് PV അൻവർ. മാത്രമല്ല ഇപ്പോൾ ഇടതുപക്ഷത്ത് നിന്ന് MLA സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വരികയാണ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തൻ്റെ ഇടമായിട്ട് തന്നെ കരുതുമായിരിക്കാം UDF എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ എങ്ങനെയാണ്, മുസ്ലിം ലീഗ് ആരെയായിരിക്കും പിന്തുണയ്ക്കുക എന്ന ചോദ്യങ്ങളൊക്കെ വന്നല്ലോ. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി, ഈ 2 പേരുകളാണ് ഇതുവരെ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവർ രാജിവെച്ചതിന് ശേഷം MLA സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്നുള്ള പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സായി ഉയർന്നു കേൾക്കുന്നത്. മറ്റാരുടെയും പേര് ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി ഇവരെക്കാളും അൻവറിനെ തന്നെ നിർത്തിക്കൂടെ എന്ന ഒരു ചോദ്യവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയും ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ലീഗിൻ്റെ പിന്തുണ അതുണ്ടാവുകയാണെങ്കിൽ അൻവറിന് തന്നെ സ്ഥാനാർത്ഥിയാകാനായുള്ള വഴി തെളിയും. അതുകൊണ്ടാണ് അൻവർ തന്നെ ഈ ഒരു സ്പ്ലിറ്റ്, UDF-നുള്ളിൽ ഈ 2 പേരുണ്ട്, ഒറ്റ പേരല്ല. ആര്യാടൻ ഷൗക്കത്ത് അടുത്തതായി UDF അധികാരത്തിലെത്തുമ്പോൾ 2026 MLA-യും മന്ത്രിയും ഒക്കെ ആകാനായി കിനാവ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥയെഴുത്തുകാരൻ എന്ന് വിളിച്ചതൊക്കെ ഇപ്പോൾ ചർച്ചയിൽ പിൻവലിച്ചിട്ടുണ്ട്. കഥയെഴുത്തുകാരൻ എന്നൊക്കെ നല്ല രീതിയിലാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം കഥ എഴുതിക്കൊണ്ടിരുന്നാൽ മതി, ഇവിടെ കാര്യം നടത്താൻ ഞാനുണ്ട് എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചതാണ് ആദ്യ പരാമർശം എന്നുള്ളത് കേട്ടവർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. അപ്പോൾ PV അൻവറിനെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മെറിറ്റ് ഉപയോഗപ്പെടുത്താൻ UDF-ഉം കോൺഗ്രസും ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോക്കൂ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രസീവാണ്, ക്വൈറ്റ് ഇംപ്രസീവാണ്. കാരണം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവിലേക്കുള്ള PV അൻവറിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ ഇക്കഴിഞ്ഞ 2024 ഏറ്റവും കൂടുതൽ കാണുന്നത്. എല്ലാ വിവാദങ്ങളിലും PV അൻവറിൻ്റെ വാർത്താ സമ്മേളനം, PV അൻവർ എടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങനെ എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് ഒരു വാർത്താ വ്യക്തിയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ഒരു ടോക്കിംഗ് പോയിന്റ് ആണ് PV അൻവർ. അങ്ങനെ കൂടുതൽ ഫെമിലിയർ ആകാൻ സാധിക്കുന്നു കേരള സമൂഹത്തിൻ്റെ PV അൻവറിന്. കേവലം ഒരു മണ്ഡലത്തിലെ MLA എന്നതിനപ്പുറം, സോഷ്യൽ മീഡിയ പ്രസൻസ് എന്നതിനപ്പുറം എല്ലാവർക്കും ഇപ്പോൾ PV അൻവറിനെ അറിയാം എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. മമതാ ബാനർജി ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ എൻ്റെ പാർട്ടിയുടെ കൺവീനറായി കേരളത്തിൽ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അത് അവരിവിടെ ഉപയോഗിക്കാനല്ല, ബംഗാളിൽ ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു നേതാവിന് പോലും വിശ്വാസം മറ്റു പാർട്ടികളെക്കാൾ തൻ്റെ പാർട്ടിയെയാണ്, തൃണമൂൽ കോൺഗ്രസിനെയാണ് എന്നത് മമതാ ബാനർജി കൃത്യമായി അവിടെ ഉപയോഗിക്കും. അത് ബംഗാളിലെ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ, ആ വോട്ട് ബാങ്ക് തന്നിൽ നിന്ന് പോകാതിരിക്കാനായിട്ടുള്ള ഒരു വെപ്പണായി അൻവറിൻ്റെ ഈ കൺവീനർ സ്ഥാനം അത് കൃത്യമായി മമതാ ബാനർജി
ഉപയോഗിക്കുമെന്ന കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. പിന്നെ രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് അത് ഒഴിവ് വരുമ്പോഴേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഒഴിവ് വരുമ്പോൾ കൊടുക്കുമായിരിക്കാം, ഉടനെ ഒഴിവ് വരുമ്പോൾ കൊടുക്കുമായിരിക്കും. 2026 ആകും, 26 ഏപ്രിൽ ആകും. അപ്പോൾ ഒഴിവ് വരുമ്പോൾ കൊടുക്കുമായിരിക്കാം. അതിനു മുൻപ് തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നതിന് UDF തന്നെ തയ്യാറാകുന്ന ഒരു സാഹചര്യവും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം വിജയസാധ്യതയാണല്ലോ പ്രധാന മാനദണ്ഡം. ഇപ്പോൾ 2 ടേമായി, അതായത് 2016-ലും 2021-ലും കുത്തകയായിരുന്ന UDFന്റെ കുത്തകയായിരുന്ന സീറ്റ് ഇടതുപക്ഷത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അൻവർ പോയി എന്നുള്ളത് അവിടെ ബാധിക്കരുത്, തങ്ങളുടെ സീറ്റ് നിലനിർത്തണം. കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ്. അൻവർ ഒഴിഞ്ഞാലും അത് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ ആ സീറ്റ് നിലനിർത്താനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നതും കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും UDF ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അപ്പോൾ അൻവറിനെ തന്നെ ഇറക്കുക. ആര്യാടൻ ഷൗക്കത്ത് അപ്പോൾ അതിൽ ആര്യാടൻ ഷൗക്കത്തിന് ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുക. രണ്ടുപേരും ബദ്ധവൈരികളാണ് എന്നുള്ളത് ഇപ്പോൾ പ്രസ്താവന എത്ര മാറ്റിയാലും ആ വൈരമൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെയാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന നേതാക്കളുടെ ഇടപെടൽ അതേത് രീതിയിലായിരിക്കും. കേരളത്തിലേക്ക് സന്ദർശനത്തിന് വരുന്നവരിൽ മഹുവ മൊയ്ത്രയുണ്ട്. മഹുവ മൊയ്ത്രയ്ക്ക് കോൺഗ്രസുമായിട്ടായാലും ലീഗ് നേതാക്കളുമായിട്ട് ആയാലും ഒക്കെ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളിലൂടെ അൻവറിനെ കുറച്ചുകൂടി, അതായത് അൻവറിനോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അൻവറിൻ്റെ ചില പ്രതികരണങ്ങളിന്മേലുള്ള വിയോജിപ്പ് അതൊക്കെ പറഞ്ഞു തീർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവർ ഒരു രാഷ്ട്രീയ ചലനവും ഉണ്ടാക്കില്ല എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് അൻവർ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുന്നത് കൊണ്ടാണ്. കാരണം ഫോക്കസ്ഡ് ആയിട്ടല്ലായിരുന്നു അൻവറിൻ്റെ ഇങ്ങോട്ട് ഉള്ള ഈ കഴിഞ്ഞ 2024 അൻവറിൻ്റെ ഞാൻ പെർഫോമൻസ് എന്ന് പറഞ്ഞെങ്കിലും അതൊരു ടോക്കിംഗ് പോയിന്റ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ അൻവറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും അൻവർ കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ടല്ല നീങ്ങിയത്. പലയിടത്തേക്കും ചാടി പോകുന്ന ഒരു അൻവറിനെ കാണുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ പറയുന്നത് ഒരു രാഷ്ട്രീയ ചലനവും ഉണ്ടാക്കില്ല എന്ന്. പക്ഷേ UDF സഹായിച്ചാൽ, UDF ഒപ്പം നിർത്തിയാൽ തൃണമൂലും അൻവറും ചേർന്ന് ചലനങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. അത് എത്രത്തോളം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ അൻവർ പറഞ്ഞത് പൊളിറ്റിക്കൽ ബ്ലണ്ടറായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. കേരളത്തിൽ ലോക്സഭയിലേക്ക് ഒരു സീറ്റിൽ പോലും BJP ജയിക്കില്ല എന്നൊക്കെ ആയിരുന്നല്ലോ എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ അത് നടന്നെങ്കിൽ കേരളത്തിലെ നിയമസഭയിലേക്കും BJP വരുന്ന തെരഞ്ഞെടുപ്പ് 2026 തന്നെ ഉണ്ടാകും. 2031 ആകുമ്പോഴേക്കും ആ സീറ്റെണ്ണം കൂടുകയും ചെയ്യും. അതിനെ പൊളിറ്റിക്കൽ ബ്ലണ്ടർ എന്ന് പറഞ്ഞ ആളുകളൊക്കെ അപ്പോഴും ഈ ചർച്ചകളിലൊക്കെ നമ്മളൊക്കെ ഒന്നിച്ചുണ്ടെങ്കിൽ നമുക്ക് അക്കാര്യം അപ്പോൾ ഡിബേറ്റ് ചെയ്യാം. പൊളിറ്റിക്കൽ ബ്ലണ്ടർ എന്നുള്ള അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. ഇവിടെ മാപ്പ് പറഞ്ഞത് കൂടി നമ്മൾ കണക്കിലെടുക്കണം. ആ മാപ്പ് VD സതീശൻ സ്വീകരിച്ചിട്ടുമുണ്ട്, പ്രതിപക്ഷ നേതാവ് ആ മാപ്പ് സ്വീകരിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അക്കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ഈ 150 കോടിയുടെ അഴിമതി ആരോപണങ്ങൾക്കാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ P ശശി പറഞ്ഞാൽ എന്ത് പറയുമോ അൻവർ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അൻവറിനെ ട്രസ്റ്റ് ചെയ്യും? ആരെന്ത് പറഞ്ഞു കൊടുത്താലും അത് അതേപടി വിളിച്ചു പറയുന്ന ഒരു ലൗഡ് സ്പീക്കർ മാത്രമായി അൻവർ ഇനി മാറരുത്. കാരണം അങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ളത് അൻവർ തന്നെ പറയുന്നതാണ്. ഇനി അൻവർ അത് ചെയ്യരുത്. അൻവറിന് ബോധ്യമുള്ള കാര്യങ്ങളെ അൻവർ ഇനി പറയാവൂ എന്നൊരു കാര്യം അൻവറും ചെയ്യേണ്ടതാണ്. ഇവിടെ നിലമ്പൂരിൽ UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അയാളെ ഞാൻ പിന്തുണയ്ക്കും എന്നുള്ളൊരു പ്രസ്താവനയൊക്കെ ഇന്നിപ്പോൾ അൻവർ നടത്തുന്നുണ്ട്. അപ്പോഴാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള ഈ DNA പരാമർശം. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം, നെഹ്റുവിൻ്റെ പേരക്കുട്ടിയെ വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല, എടത്തനാട്ടുകരയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞ ആ വാചകങ്ങൾ അത് രാഹുൽ ഗാന്ധിയും ഒപ്പം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും ഒക്കെ പൂർണ്ണമായും ഈ ഒരു മാപ്പ് പറച്ചിലൂടെ പൂർണ്ണമായും അവരതങ്ങ് മറന്നു കളയാൻ തയ്യാറാകുമോ എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞത് അത്ര ചെറിയൊരു പരാമർശമല്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ഒറ്റ മാപ്പ് കൊണ്ടൊന്നും തീരില്ല, കുറച്ചേറെ മാപ്പ് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒതുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അഷ്റഫ് അലി കാളിയത്ത് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ എത്ര പിന്നിലേക്ക് നാണംകെട്ട ഒരു മത്സരാർത്ഥിയാക്കി മാറ്റിക്കൊണ്ടാണ് അൻവർ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ എന്തായാലും അൻവർ ആണല്ലോ മുന്നിൽ നിന്നത്. അൻവർ എത്ര വോട്ട് നേടി എന്നുള്ളതും നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ അൻവർ അങ്ങനെ ഒറ്റയ്ക്ക് അന്ന് മുതൽ, ഞാൻ പറഞ്ഞത് അൻവറിന്റെ താങ്കൾക്ക് പുച്ഛിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ അൻവറിന്റെ പിന്തുണ ഏറനാട്ടുകാരിയല്ലേ ഈ പറയുന്നത്. അതെ, ഏറനാട്ട് CPM പിന്തുണ അദ്ദേഹത്തിനായിരുന്നു. CPMന്റെ CPIയുടെ ഒരു വിഭാഗത്തിന്റെ അല്ല, CPIയിലെ ഒരു വിഭാഗവും ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അഷ്റഫ് അലി കാളിയത്തിന്റെ വോട്ടുകൾ BJPയെക്കാളും കുറവായത്. BJPയേക്കാളും കുറവാകുന്ന സ്ഥലത്തിലേക്ക് PK ബഷീർ ജയിക്കുന്ന ഏറനാട്ടെ മത്സരം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അൻവറിനെ കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ചിലർക്കൊക്കെ അൻവർ ഒരു കോമഡി പീസ് ആയിരിക്കാം, പക്ഷേ അൻവറിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ അത് അൻവറിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് UDF വേണ്ട രീതിയിൽ ഉപയോഗിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ അധിക്ഷേപ പരാമർശങ്ങൾ, അതുപോലെ തന്നെ ഓവർ റിയാക്ടിങ്, അതൊക്കെ ഒന്ന് അൻവർ കുറച്ചാൽ നല്ലതായിരിക്കും. കുറച്ചുകൂടി ഒരു പക്വതയുള്ള ഒരു നേതാവായി അൻവർ ഇനി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ മാപ്പ്
പറച്ചിലൊക്കെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. UDF വാതിൽ തുറന്ന് കൊടുക്കേണ്ടതാണ്, UDF കൊടുക്കണം, അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. വിജയ പറഞ്ഞു വന്നപ്പം അദ്ദേഹം ഓവർ റിയാക്ടിങ് കുറയ്ക്കണം, ആ. അദ്ദേഹം കൂടുതൽ മെച്യൂർ ആവണം, പിന്നെന്താ പറഞ്ഞത്, അദ്ദേഹം ഇമോഷൻസ് കുറയ്ക്കണം. ഇമോഷൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. താങ്കൾ താങ്കൾ ഇമോഷണൽ ആകാതെ താങ്കൾ ഇമോഷണൽ ആകാതെ താങ്കൾക്ക് അൻവർ വരുന്നത് ഇഷ്ടമല്ല എങ്കിൽ PVNന്റെ പൊളിറ്റിക്കൽ ഫൈറ്റിനെ ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ. പക്ഷെ അദ്ദേഹം ഈ ഇമോഷണൽ ആയിട്ട് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഫോക്കസ് ചെയ്യണമെന്നല്ലേ അപ്പൊ ഫോക്കസ് ചെയ്യണം. ഒന്ന് അദ്ദേഹം ഫോക്കസ് ചെയ്യണം, അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, പറ്റുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇക്കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹം നടത്തിയ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഡയറക്ഷനിൽ പോകാൻ സാധിച്ചിട്ടില്ല. അതായത് അദ്ദേഹം എടുത്ത ചോയ്സസ് ചിലപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എടുത്തതായിരിക്കാം, ഒരു ഹേസ്റ്റി ആയിട്ടുള്ള ഡിസിഷൻസ് ആകാം. പക്വതയില്ലാത്ത നേതാവെന്ന് ഞാൻ പറഞ്ഞത് അല്ലല്ല, മച്യൂരിറ്റി വേണം, ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പക്വത കാട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അൻവറിനെ ഇതാണ് ഇദ്ദേഹത്തിന്റെ കുഴപ്പം. കുഴപ്പം ഇതാണ് ഞാൻ പറയുന്ന ഇല്ല, താങ്കൾ ആ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവറിനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാക്കി തീർക്കാൻ എനിക്ക് യോജിപ്പില്ല. PV അൻവർ എന്ന വ്യക്തിയെ, അയാളുടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിനെ അയാൾ 14 വർഷം ഇടതുപക്ഷത്തിനൊപ്പം നിന്നു. ആ വന്നതിന് ശേഷം അയാൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അയാൾ മുന്നോട്ട് വരട്ടെ എന്ന് പറയുന്നത് പാനലിൽ ഒരാളും ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടില്ല. PV അൻവർ ഒരു ബിഗ് പൊളിറ്റിക്കൽ ഫൈറ്റർ ആണ്. അതുകൊണ്ടാണല്ലോ PV അൻവറിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 2026 ഏറ്റവും കൂടുതൽ എയർ ടൈം കിട്ടിയ ഒരു നേതാവാണ്. 24 ഏറ്റവും കൂടുതൽ എയർ ടൈം കിട്ടി, 25 ഇപ്പോൾ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ എയർ ടൈം കിട്ടിയ ഒരു നേതാവാണ് PV അൻവർ. അക്കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? ആ പൊളിറ്റിക്കൽ ഫൈറ്റർ ആയതുകൊണ്ടല്ലേ അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നിലപാടുകളിൽ എത്രത്തോളം കൺസിസ്റ്റൻസി ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നോക്കൂ, പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചൊരു വലിയ ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ വന്നു മാപ്പ് പറയുകയാണ്. അദ്ദേഹം ചെയ്തതെന്താ? നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ കാര്യമായ എവിഡൻസ് ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞൊരു ആരോപണത്തിന്റെ ലൗഡ് സ്പീക്കറായ കാര്യങ്ങൾ പറയുക ചെയ്തത്. CPM അത് ഏറ്റെടുത്തിട്ടില്ല, മറ്റാരും അത് ഏറ്റെടുത്തിട്ടില്ല. മാത്രം വിജിലൻസിന്റെ എനിക്ക് തോന്നുന്നു വിജിലൻസിൽ ഈ പരാതിയുമായിട്ട് പോകുന്ന സമയത്ത് തള്ളുക ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നോക്കൂ, അദ്ദേഹം ചെയ്തത് അവിടുത്തെ അംഗങ്ങളുടെ പ്രിവിലേജിനെ വയലേറ്റ് ചെയ്യല്ലേ ചെയ്തത്. സത്യമറിയാൻ വേണ്ടിയല്ലേ നിയമസഭകൾ. അവിടെ അപ്പം അദ്ദേഹം ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, മറ്റൊരാൾ പറയുന്നത് കേട്ടെന്ന് പറഞ്ഞാൽ ഗുരുതരമായൊരു പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു, അത് നല്ലത്. അദ്ദേഹം മാപ്പ് പറയുകയും VD സതീശൻ ആ മാപ്പ് സ്വീകരിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ. നിയമസഭയിലെ അംഗങ്ങളുടെ ഒരു പ്രിവിലേജിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമെന്ന് തനിക്ക് ബോധ്യപ്പെടാത്തൊരു വിഷയം അദ്ദേഹം അവിടെ അവതരിപ്പിക്കുക ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം ആ രീതിയിൽ നിയമസഭയിൽ അവഹേളിച്ചില്ലേ? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ നിലപാടുകൾ വളരെ വൈകാരികമാണ്. അദ്ദേഹം പറഞ്ഞത് P ശശി എഴുതി കൊടുത്ത കാര്യങ്ങൾ വായിച്ചു. അത് അങ്ങനെ അദ്ദേഹം വായിക്കുക. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി കൊടുത്ത സാധനം വായിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അല്ല, P ശശി ഇപ്പോൾ അല്പസമയം മുമ്പ് മറ്റൊരു ഡീറ്റെയിൽ ആയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. P ശശി അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ കാര്യത്തിൽ വീണ്ടും അദ്ദേഹം കേസ് കൊടുക്കാൻ പോകണം. നേരത്തെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കോടതി നേരിട്ട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇമോഷണലായിട്ട് എടുക്കുന്ന ഹാസ്റ്റ് ഡിസിഷൻ നോക്കൂ. DMK-യിൽ പോയത് എന്തിനാണ്? DMK തൃണമൂൽ കോൺഗ്രസിനെയും നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക? ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ DMK-യിലേക്ക് പോകാം, മറ്റൊരു സുപ്രഭാതത്തിൽ TMC-യിലേക്ക് പോകാം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് സാധ്യമാവുക? എന്താ ലോജിക്ക്? DMK-യിലേക്ക് പോകേണ്ട ലോജിക്ക് എന്താ? ഇടതുമുന്നണിയിലെ ഒരു വിഭാഗം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടും, അവിടെ BJP വിരുദ്ധ നിലപാടെടുക്കുന്ന DMK എന്നതായിരുന്നു PV അൻവറിന്റെ ഇക്വേഷൻ. അവിടെ നിന്ന് മാറി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി. BJP എതിർക്കുന്നവരാണല്ലോ. DMK ആയാലും തൃണമൂലായാലും. തൃണമൂൽ കോൺഗ്രസ് ഒരേ സമയം കോൺഗ്രസിനെയും CPM-നെയും BJP-യും എതിർക്കുന്നു. DMK ഒരേ സമയം BJP മാത്രം എതിർക്കുന്നു. അവിടെ കോൺഗ്രസിന്റെയും CPM-ന്റെയും കക്ഷിയാണ് DMK. ഇവിടെ TMC എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും കക്ഷിയല്ല, CPM-ന്റെയും കക്ഷിയല്ല, BJP-യുടെ കക്ഷിയല്ല. ഈ രാഷ്ട്രീയ വ്യത്യാസമില്ലേ? തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്കൊപ്പോ ഇല്ലേ? ഇന്ത്യ മുന്നണി നേതാവ് മാറണമെന്നല്ല പറഞ്ഞത്. അതിൽ PV അൻവറിന്റെ നിലപാടെന്താ? നേതാവ് മാറണമെന്ന്, അതായത് അവർ തയ്യാറാണ്. രാഹുൽ ഗാന്ധി ഇൻകേപ്പബിൾ ആണെന്നുള്ളത് മമതയുടെ മാത്രം അഭിപ്രായമല്ലല്ലോ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് അഭിപ്രായമല്ലേ? മമതാ ബാനർജിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് PV അൻവറിന്റെ അഭിപ്രായമല്ലേ? മമതാ ബാനർജി അഭിപ്രായം പറഞ്ഞതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് എതിരെ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം തിരുത്തി പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പം മമതാ ബാനർജി ഉറച്ചു നിൽക്കുന്നത് രാഹുൽ ഗാന്ധി കേപ്പബിൾ അല്ല എന്ന തീരുമാനത്തിലല്ലേ? അതിൽ തന്നെ അത് മമതാ ബാനർജി മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കളുമാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ നമ്മൾ പറയുന്നത് PV അൻവറിന്റെ കാര്യമല്ലേ? അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാതെ PV അൻവർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ ആ DNA പരാമർശം മുതൽ ആ കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവിനോടുള്ള കേവലം ഒരു മാപ്പ് പറച്ചിൽ കൊണ്ട് കാര്യമില്ല. അപ്പം മാപ്പുകൾ പറയണം,
താങ്കൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എല്ലാം ഒന്ന് എന്നുള്ളത് ശരിയാക്കണം, എല്ലാം ഒന്ന് ശരിയാക്കണം. അപ്പോൾ വാതിൽ തുറന്നു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് UDF-നോട്. അത് നിലവിൽ അത്ര എളുപ്പമല്ല. പൊളിറ്റിക്കലി ദാറ്റ്സ് നോട്ട് ഈസി. അങ്ങനെ UDF-ന് തീരുമാനിക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ ടേക്ക്. കാര്യം അത് അത്ര പൊളിറ്റിക്കൽ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാക്കുമല്ലോ. ഇടതുപക്ഷം അൻവറിനെ ഭയക്കുന്നുണ്ടോ? താങ്കൾ ഇങ്ങനെ UDF-ൽ കയറ്റരുതെന്ന് ഈ ഇടതുപക്ഷം എന്തിനാ വായിക്കുന്നത്? ഇടതുപക്ഷം എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ചലനം ഉണ്ടാക്കത്തില്ലെന്നാണ് CPM പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പറയുന്ന ആ കൊട്ടേഷൻ ഉണ്ടല്ലോ, ബക്കറ്റിലെ ഒരിക്കലും സമുദ്രത്തിൻ്റെ തിര പ്രതീക്ഷിക്കരുത്. അത് ബക്കറ്റിലെ വെള്ളം ബക്കറ്റിലെ വെള്ളവും സമുദ്രത്തിലെ വെള്ളം സമുദ്രത്തിലെ വെള്ളവുമാണ്. സുജയ, Meet the editors.